ഐക്കോണിക് മീ 3-in-1 എക്സ്പ്രസ് സ്റ്റൈലറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം അതിൻ്റെ ഡ്രയർ ഹെഡ് വെച്ചിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഹെയർ ഡ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ഞാൻ ഡ്രൈ ചെയ്യുന്നില്ല, ചെറിയൊരു വെറ്റ്നസ് ഞാനതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ചാസ്കോ പ്രൊഫഷണൽ ഓസിസ് പ്ലസ് ഗ്രിപ്പ് എക്സ്ട്രാ സ്ട്രോങ് ഹെയർ മൂവ്സ് ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ ഹെയർ മൂവ്സ് ഓൾമോസ്റ്റ് 230°C വരെ നമുക്ക് ഹീറ്റ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഫ്രിസ് കൺട്രോൾ ഉണ്ട്, പോരാത്തതിന് ബ്ലോ ഡ്രൈ ഡാമേജ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു വോളിയമൈസിങ് ലുക്ക് കിട്ടും നമുക്ക് ഹെയർ മൂവ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഞാൻ ഈ ഹെയർ മൂവ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഹെയർ കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ ബ്ലോ ഡ്രൈ ഹെഡ് വെച്ചിട്ട് ബ്ലോ ഡ്രൈയിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഡാം ഹെയറിലാണ് ബ്ലോ ഡ്രൈ ചെയ്യണതുകൊണ്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണിത്. എൻ്റെ ബ്ലോ ഡ്രൈയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഹെയർ മൂവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ല വോളിയം തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മളൊരു ഹെയർ സിറം അപ്ലൈ ചെയ്യാണ്. മിനിമലിസ്റ്റ് ഫ്രിസ് കൺട്രോൾ കോംപ്ലക്സ് SPF 30 ഹെയർ സിറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഓയിൽ ബേസ്ഡ് സിറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും.